ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി പണ്ടത്തെ ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് മുന്തിരിക്കൊത്ത്. അപ്പം അതെങ്ങനെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ അല്ലേ? അപ്പം ഇത് വളരെ എളുപ്പത്തിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരുപാട് നാൾ കേടുകൂടാവാതെ ഇരിക്കും. അപ്പം താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് 2 കപ്പ് ചിരകിയ തേങ്ങയാണ്. അതുപോലെ 2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. 2 കപ്പ് ശർക്കര. ആദ്യം നമുക്കൊരു പാൻ ചൂടായിട്ട് വരുമ്പോൾ ചെറുപയർ അതിലേക്ക് ഇട്ട് നമുക്ക് കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന്റെ ഇടയ്ക്ക് ഒരു 5 ഏലക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ നമുക്ക് ഇതുപോലെ വറുത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ചൂട് മാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ആ സെയിം പാനിൽ തന്നെ നമ്മൾ ചിരകി വെച്ച തേങ്ങയില്ലേ, അത് ഇട്ട് കൊടുത്ത് അതിന്റെയും കളർ ചേഞ്ച് ആയി വരുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവം ആവുമ്പോൾ എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചിരകി വെച്ചിരുന്ന ശർക്കര നമുക്ക് ഉരുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് ഉരുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ചെറുപയർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല പൊടി പോലെ ആവേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ തരിയായിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് വേണം നിങ്ങളും പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ഇതുപോലെ തിളയായിട്ട് തന്നെ ഇരിക്കണം. കാരണം എങ്കിൽ മാത്രമേ ഇത് നമ്മൾ ഒഴിച്ചു കുഴയ്ക്കുമ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് റൗണ്ട് ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് തണുത്തു പോയി കഴിഞ്ഞാൽ ആ റൗണ്ട് ഷേപ്പ് കിട്ടില്ല, പൊട്ടിപ്പോവും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആ ചൂടോടെ തന്നെയാണ് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉരുട്ടാൻ പറ്റുന്ന പരുവമാവുമ്പോൾ നമ്മൾ ഇതുപോലെ ചൂടോടെ തന്നെ ഉരുട്ടി വയ്ക്കേണ്ടതാണ്. കണ്ടില്ലേ, ഇവിടെ ഞാൻ ചൂടോട് തന്നെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇതിനുശേഷം നമുക്കിവിടെ മാവിന്റെ മിക്സ് തയ്യാറാക്കാം. 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കോൺഫ്ലോർ ഇല്ല എങ്കിൽ നമുക്ക് മൈദയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു വിരലിട്ട് നോക്കുമ്പോൾ വിരലിൽ പറ്റിപ്പിടിച്ചിരിക്കണം. അതുപോലെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ. ഇതിനു വേണ്ടി ആവശ്യമായിട്ടുള്ള എണ്ണയെ ഒഴിച്ചു കൊടുത്ത് മാവിൽ മുക്കി ആ ഉരുളകൾ ഓരോന്നായി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മഞ്ഞ കളറിൽ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ അമ്മൂമ്മമാരൊന്നും ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പലഹാരം കൂടിയായിരുന്നു ഇത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.